ഹലോ എവരി വൺ, വെരി എമർജൻസി ആയിട്ട് അർജൻറ്റായിട്ടാണ് ഞാനിപ്പോഴും വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വഴിയെ പറയാം. ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ വീഡിയോ കണ്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തണം. അതേപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ഉറുമ്പ് കടിക്കുന്നത് ഇഷ്ടമാണോ? അതും കട്ടുറുമ്പ്. ഇന്ന് രാത്രി എന്നെ ഒരുപാട് കട്ടുറുമ്പുകൾ കടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ വന്നത്. അതാണ് അർജൻറ്റായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞത്. ആൽവിൻ പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നോട്. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിശ്ചയമായിട്ടും എന്നെ കട്ടുറുമ്പ് കടിക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, എനിക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും വരുന്നതാണ് പറയണത്. അത് എന്താ ചോദിച്ചതെന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സീരിയസ് മാറ്റർ. ചോദിക്കാൻ അവകാശപ്പെടുന്നുണ്ട്. വാവ ഇപ്പോഴും ഉണ്ടോ? വാവനായിട്ട് ബ്രേക്കപ്പ് ആയോ? നിങ്ങൾ ഒന്നിച്ചോ? ഇപ്പോഴൊന്നിച്ചാണോ എന്നുള്ളതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, വ്യക്തിപരമായ ജീവിതം അതൊക്കെ എന്തിനാണ് ചോദിക്കണം, അങ്ങനെയൊന്നല്ല. പക്ഷെ മഴവിൽ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന പുസ്തകമാണ്. ഇത് നമ്മുടെ ഒരു ലൈഫ് ചാനലാണല്ലോ. അപ്പോൾ ഈ ലൈഫ് പറഞ്ഞുകൊണ്ടുള്ള ഇത്തരം യൂട്യൂബേഴ്സിൻ്റെ ചാനലുകളൊക്കെ വരുമ്പോൾ അതിൽ ഇത്തരം ചോദ്യങ്ങൾ വരും. അത് നമ്മൾ ഉത്തരം പറയാൻ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലാതെ ചോദിക്കാം. എൻ്റെ ജീവിതത്തിൽ പിന്നെ വേറെ എന്താ ചോദിക്കാനുള്ളത്? എൻ്റെ ജീവിതം തന്നെയാണ് മഴവിൽ ജീവിതം. അപ്പോൾ അത് നമ്മളുടെ ഒക്കെ ഒരു ജീവിതമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും നോക്കി കാണണം. എന്നിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മളൊക്കെ ഒരു വേവ് ലെങ്ത് ആണ്. അപ്പോൾ വാമൻ്റെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ട നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കുന്ന ഒരു ബുക്കാണ് കേട്ടോ. യൂട്യൂബിന് വേണ്ടിയിട്ട് എനിക്കൊരു ബുക്കുണ്ട്, ക്വസ്റ്റ്യൻസ് കമൻസിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ബുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കമൻസ് ഒന്നും വെറുതെ ആവില്ല. ഇപ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഉത്തരം പറയും. കമൻസിൽ അപ്പം തന്നെ റിപ്ലൈ തന്നില്ലെങ്കിലും ചിലപ്പോൾ വീഡിയോസിലൂടെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ആൽവിൻ പോള് ചോദിച്ചതിന് ഉത്തരം ഞാൻ പറയാം. വാവനായിട്ട് ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാനേ എനിക്ക് വയ്യ. ഞങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വാവയുടെ ഈ റെസ്റ്റ്ലെസ് മൈൻഡും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടുകാരാണ് ഇപ്പം ലാസ്റ്റ് ചികിത്സിക്കാനൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആകാനൊക്കെ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അഡ്മിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ 10,60,000 രൂപയൊക്കെ ആയി. വാവന പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഞാൻ കൊണ്ടുവരുന്നതൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണല്ലോ. എന്നാലും പൈസ ചിലവുണ്ട്. നമ്മൾ കൂടെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ 24 hours എനിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ അങ്ങനെ അവർ കൊണ്ടുപോയത്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റൊക്കെ 10-20 ദിവസത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് വാവ് വീട്ടിലെത്തി. ഉമ്മാൻ്റെ കൂടെ തന്നെയുണ്ട്. എന്നാലും തന്നെ ചക്കൻ ഇങ്ങോട്ട് ഓടി വരും. ഇപ്പോൾ വന്നാലും തന്നെ രാവിലെ വന്നാൽ വൈകിട്ട് അങ്ങോട്ട് പോകലാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് പോകും, ഞാനിങ്ങോട്ട് പോരും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ റൊട്ടീൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മരുന്നിൻ്റെ ഒക്കെ ഒരു സെഡേഷൻ ഉണ്ട്. വിശപ്പ് ഭയങ്കര കൂടുതലാണ്. അതായത് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേയൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. പൈസ ചിലവാക്കി അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിനുള്ളൊരു മാറ്റമുണ്ട്. എന്നാലും ഡോക്ടർ പറഞ്ഞേക്കണേ ഇനിയും അഡ്മിറ്റ് ആകേണ്ടതുണ്ട്. മുഴുവനായിട്ടും ആളൊരു നോർമാലിറ്റിയിലേക്ക്, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ വലിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആൾക്ക്. എന്നാലും അതൊക്കെ ഒരുവിധം കുറഞ്ഞ് അതിനോടുള്ളൊരു ആസക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അദ്ദേഹം ഇപ്പോഴും ഒരു ഒബ്സർവിങ് ടൈമിൽ തന്നെയാണ്. എല്ലാവരും ഇനിയും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ആണ് അങ്ങനെയുള്ളൊരു അകൽച്ചയിൽ നിൽക്കുന്നത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളെ കാണുമ്പോഴൊക്കെ ഇഷ്ടമാണ്. ഞങ്ങൾ ഈ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇതാണ്. പക്ഷെ എന്നാലും തന്നെ വീട്ടിലും ഞാൻ ഇവിടെ ആയിട്ടാണ് അങ്ങനെ താമസിക്കുന്നത്. അന്നമ്മയും ചോദിച്ചിട്ടുണ്ട് വാവ വീണ്ടും വന്നു എന്ന്. അപ്പോൾ വാവ ഇങ്ങനെ പകലൊക്കെ വരും, രാത്രി അങ്ങോട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും അങ്ങോട്ട് പോകലാണ്. പിന്നെ ലുബിന ചേച്ചി പറഞ്ഞിട്ടുണ്ട്, മഞ്ജു ചേച്ചി ഉടുത്ത പോലെ ഉള്ള സാരിയിൽ, അവളുടെ അറിയോ ആ സോങ് ഉണ്ടല്ലോ, വിജനതയിൽ പാതി വഴി തേടും. മഞ്ജു ചേച്ചി എടുത്ത പോലെ ആ സാരിയിൽ മഞ്ജു ചേച്ചി അതിലെന്ത് രസം ഉണ്ടായിരുന്നില്ല ആക്ട് ചെയ്തത്. അപ്പോൾ അതേ സാരിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് അങ്ങനെ പറ്റുമെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്തോ ആണ്, എന്തായാലും നോക്കട്ടെ. നല്ല അങ്ങനത്തെ ഉള്ള കോട്ടൺ സാരിയിലൊക്കെ നമുക്ക് ചെയ്യണം. എനിക്കിഷ്ടപ്പെട്ട പാട്ടാണ്. ഒരു ഫുൾ വീഡിയോ നമുക്കത് ചെയ്യാൻ നോക്കണം. എന്തായാലും ഇന്ന് രാത്രി തന്നെ കട്ടുറുമ്പ് കടിക്കാത്തതിൽ ഭാഗ്യം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പിടിക്കാൻ തന്നെ കാരണം. ആൽവിൻ പോളാണ് ഇത് പിടിക്കാനുള്ള കാരണം. അപ്പം വാവൻ്റെ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ വാവൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. വാവൻ്റെ പ്രസൻസിൽ വാവയും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഒരാളുടെ പ്രസൻസ് ഇല്ലാതെ നമ്മൾ പറയുന്നത് അത്ര ശരിയല്ല. വാവയും നന്നായി സംസാരിക്കും. വാവയ്ക്ക് ഇഷ്ടമാണ് വീഡിയോയിലൊക്കെ സംസാരിക്കും. വാവൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ പോലെ തന്നെയാണ്. എല്ലാം തുറന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് വാവ.
അപ്പം ഷമുസാം എല്ലാം സോങ്സൊക്കെ എഴുതിയിട്ടുണ്ട്. ഗൂസ് ബംസ് ഒക്കെ മാറിയില്ലേ, അതുകൊണ്ട് ആ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ആ ഷോർട്ട് വീഡിയോൻ്റെ സോങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞോട് കൂടിയിട്ട് ആ ഗൂസ് ബംസ് ഒക്കെ എല്ലാവർക്കും മാറിയിട്ടുണ്ടാകും. അത് നന്നായില്ലേ. അപ്പം നിറങ്ങൾ തന്ത്രത്തം പൊഴിഞ്ഞൊരേ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ, മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ. നിറങ്ങൾ തൻ നൃത്തം പൊഴിഞ്ഞൊരേ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ, മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ. അപ്പോൾ ഈ സോങ് മുഴുവനായിട്ടും ഞാനും ഭാവിയൊക്കെ ആക്ട് ചെയ്ത് പിടിക്കണമെന്നാണ് ഷമുസാം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കത് ശ്രമിക്കാം. പിന്നെ രാഹുൽ വീഡിയോയിൽ പോസിറ്റീവ് എനർജീനെ പറയുന്നുണ്ട്. വീഡിയോ മോട്ടിവേറ്റഡ് ആണ്, നല്ല പോസിറ്റീവ് എനർജി നൽകുന്നതാണ്. എൻ്റെ വീഡിയോസ്, ഞാൻ പറയുന്ന വാക്കുകളൊക്കെ രാഹുലും അല്ലെങ്കിൽ ഇത്തരം കമൻസൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ പിന്നെയും കാണുക ചെയ്യുക. ഞാൻ ഇങ്ങനെയൊക്കെ പോസിറ്റീവുകൾ പറഞ്ഞു എൻ്റെ വീഡിയോ ഇൻസ്പയർഡ് ആണോ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആണോ എന്നൊക്കെയുള്ളത് ഞാൻ പിന്നെയും കേൾക്കുകയാണ്. ഞാൻ ചിലപ്പോൾ സീരിയസ് ആയ കാര്യങ്ങൾ പറയുമായിരിക്കും, അത് ചിലപ്പോൾ തമാശയായി പോകും. ചിലപ്പോൾ തമാശയ്ക്ക് എന്തെങ്കിലും പറയണത് മോട്ടിവേറ്റഡ് ഇൻസ്പയർഡ് വീഡിയോ ആയി മാറും. എനിക്കറിയുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. പിന്നെ രാഹുൽ തന്നെ പറയുന്നുണ്ട് ലാംഗ്വേജൊക്കെ നല്ലതാണ്, മലയാളം എൻ്റെ ഇംഗ്ലീഷ് ഭാഷകളൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നത്, നന്നായി കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ പറയുന്ന അതേ സെൻസിൽ അതേ വേവ് ലെങ്ത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്ത് തന്നെ ആയാലും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പോകാം. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ, ഫുള്ളായിട്ടുള്ളൊരു Q&A ഒന്നുമല്ല. അത്യാവശ്യമുള്ളത് ഞാൻ കുറച്ച് പറയണമെന്നുള്ളത്. നമുക്കൊരു Q&A ചെയ്യാം എല്ലാവരുടെ കമൻസൊക്കെ വെച്ചിട്ട്. പിന്നെ സൗമ്യ എൻ്റെ ഡാൻസിനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഡാൻസ് ചെയ്തപ്പോഴൊന്നൊക്കെ സ്റ്റെപ്പുകളൊക്കെ തെറ്റി കൊളായപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ട്രൈ ചെയ്തല്ലോ, അത് തന്നെ ബെസ്റ്റ് എന്ന്. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആയൊരു വാക്ക് കേട്ടുകൊണ്ടാണ് അതേ ഡാൻസിൻ്റെ സോങ് എന്നെ നല്ല രീതിയിൽ ഞാൻ ചെയ്ത് തീർത്തത്. ഓക്കെ, അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം കേട്ടോ. പിന്നെ നമ്മളൊന്നും വലിയ വലിയ ആർട്ടിസ്റ്റുകളോ സെലിബ്രിറ്റികളോ ഒന്നുമല്ല. ഞാൻ എൻ്റെ മാനസികോല്ലാസത്തിനാണ് ചെയ്യുന്നത്. അത് നിങ്ങളും ഇഷ്ടപ്പെട്ടാലും നിങ്ങളും മാനസികോല്ലാസത്തിന് ഓരോന്ന് ചെയ്യണം. അല്ലാതെ നമ്മൾക്കിത് ജഡ്ജ്മെൻറ്റോ ഫസ്റ്റ് കിട്ടാനോ സെക്കൻഡ് കിട്ടാനോ ഒന്നല്ലല്ലോ. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടെന്നാൽ നമ്മളുടെ മാക്സിമം ട്രൈ ചെയ്ത് അങ്ങോട്ട് ചെയ്യുക തന്നെ. പിന്നെ ഹെക്ത്, അത് എനിക്ക് പേരെന്നെ വായിക്കാൻ അറിയില്ല. കാരണം മെയിൽ ഐ ഡിയിൽ, നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ എന്തെങ്കിലുമൊക്കെ അക്ഷരങ്ങളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ പേരുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FHEK ഹെക്ട് അവർ എഴുതിയേക്കണെന്നാണ്. എന്നിലെ പുഞ്ചിരി നീയും നിന്നിലെ പൂത്തൊരു ഞാനും, അങ്ങനെയുള്ള വരികൾ തുടങ്ങുന്ന ഒരു സോങ് ഉണ്ട്. അത് ഏതിലാണെന്ന് അറിയാം, ഫീനിക്സ്. ഇപ്പം അടുത്ത് വന്നൊരു ഫിലിമാണ് ഫീനിക്സ്. നല്ലൊരു ഫിലിമായിരുന്നു കേട്ടോ, ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസൊക്കെ വരുന്നത് നല്ലൊരു സിനിമാറ്റിക് അനുഭവമായിരുന്നു. പക്ഷേ ഫീനിക്സ് ഫിലിം അധികം അങ്ങോട്ട് ഓടിയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്റ്റോറി, നല്ലൊരു കാലഘട്ടവും നല്ല ചിത്രീകരണവും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഫിലിമായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു ഗാനാണത്, എന്നിലെ പുഞ്ചിരി നീയും. നല്ലൊരു സോങ്ങാണ്. എൻ്റെ ട്യൂൺ എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷേ സോങ് എനിക്ക് അറിയാം. അത് പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് പിടിക്കണം. അങ്ങനെ ഒരുപാട് സോങ്, ഒരുപാട് വീഡിയോസൊക്കെ പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ എമർജൻസി ആയിട്ട് വന്നത് കട്ടുറുമ്പ് കടിക്കാതിരിക്കാമെന്ന്, കട്ടുറുമ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എമർജൻസി വന്നത്. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും, സ്വീറ്റ് ഡ്രീംസ്. നാളെയുടെ പ്രഭാതത്തിൽ ഉദിച്ചുയരുന്ന ഒരു സൂര്യനായി നിങ്ങൾ ഉറങ്ങാൻ കിടക്കൂ. ഓക്കെ, സുഖമാണ് എല്ലാവർക്കും. എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കണം, അതേ വെള്ളം കുടിക്കണം. പിന്നെ അരിയിൽ ഇങ്ങനെ പേരൊന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അരി കഴുകുമ്പോൾ നമ്മുടെ മനസ്സിൽ ശുദ്ധമായി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരുടെ മുഖമാണോ ആരുടെ പേരാണോ തെളിഞ്ഞു വരുന്നത് അവരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കുക, അത്രയേ ഉള്ളൂ.
അല്ലാണ്ട് അരിയിൽ പേരൊന്നും അല്ലാതെ ഞാൻ ഇന്നലെ പറയാൻ മറന്നത്. എൻ്റെ ചില സംസാരങ്ങളൊക്കെ താത്വികമായിട്ടായിരിക്കും, അത് ദാർശനിക ബുദ്ധിയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിറങ്ങൾ തന്നൃത്തം മൊഴിഞ്ഞൊരീ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ, മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ. നിറങ്ങൾ തന്നൃത്തം മൊഴിഞ്ഞൊരീ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ, മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ. പിന്നെ മോളി ചേച്ചി പറഞ്ഞു, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവരൊക്കെ എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നന്നാകാൻ വേണ്ടിയിട്ടല്ലേ, കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാകാൻ വേണ്ടിയിട്ടല്ലേ, പെർഫെക്ഷൻ വേണ്ടിയിട്ടല്ലേ, അതൊക്കെ നല്ലതാണ്, കറക്റ്റ് തന്നെയാണ് മോളി ചേച്ചി പറഞ്ഞത്. ഞാനും ആ സെൻസിൽ തന്നെയാണ് കേട്ടോ എല്ലാ വിമർശനങ്ങളും എല്ലാ കമൻസൊക്കെ എടുക്കാറുള്ളത്. അതുപോലെ നൗഷാദ് കോൺടാക്ട് ചെയ്തിരുന്നു. നൗഷാദ് ഗൾഫിലാണ്, ദുബായിലാണ്. അപ്പോൾ അവിടെയുള്ള ജീവിത കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും. നൗഷാദിന് വീഡിയോസൊക്കെ, അവനൊരു ചാനലുണ്ടായിരുന്നു, ഇപ്പോൾ വീഡിയോസ് ഇടൽ കുറവാണ്, എന്നാലും ഈ സപ്പോർട്ട് മീ. അങ്ങനെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. പിന്നെ വൈഗയുണ്ട്, കോഴിക്കോടുള്ള വൈഗ എൻ്റെ ഒരു ട്രാൻസ് ഫ്രണ്ട് തന്നെയാണ്, സഹോദരിയാണ്, എല്ലാ രീതിയിലും എന്നൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ വൈഗ ചാനലിൽ കമൻ്റ് ഇട്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി ആ കമൻറ്റ് കണ്ടപ്പോൾ. വൈഗ പറയുന്നുണ്ട്, റാസിൽ എന്നെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും തുല്യ ദുഃഖിതരാണ്. കാരണം എല്ലാവരും പുറമേ നമ്മൾ എന്തൊക്കെ സന്തോഷം ആർഭാടങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെയൊക്കെ വിഷമങ്ങളൊക്കെ തുല്യമാണ്. കാരണം മനുഷ്യന് ലോകത്ത് എവിടെ ആയാലും ആ നിശ്ചിത ഇമോഷണൽ ഫീലിങ്സൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ട്രോമയിലൂടെയും സ്ട്രഗിളിലൂടെയൊക്കെ കടന്നു പോകാത്തവരായിട്ട് ആരുമില്ല. ഏതെങ്കിലുമൊക്കെ സമയത്ത് അതിൽ കൂടെ ഒക്കെ പോയിട്ടുള്ളവരാണെന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് അന്യോന്യം മനസ്സറിയാൻ കഴിയും. നമ്മുടെ വേദന മറ്റ് സഹജീവികൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ ഞാനും വൈഗയും നല്ല ബോണ്ടിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വൈഗയ്ക്ക് ഒരു ബിഗ് ഹായ് പറയാണ്. ഞാനും തിരിച്ച് പറയാണ്, വൈഗനെ പോലുള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യം. അപ്പം ഞാൻ ഈ ഐഡൻറ്റിറ്റി ഒക്കെ ഇങ്ങനെ മറച്ചു വെച്ച് ഇപ്പോഴും എവിടെയൊക്കെ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇതൊക്കെ നടക്കുമോ? നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമോ? വൈഗനെ പോലുള്ള പലരെയും പരിചയപ്പെടാൻ കഴിയുമോ? ഒന്നുമില്ല. അപ്പം എനിക്ക് പല നഷ്ടങ്ങളും ഉണ്ട്. ഇപ്പം എൻ്റെ വീട് നഷ്ടപ്പെട്ട്, കുടുംബം നഷ്ടപ്പെട്ട്, സ്വന്തം നാടിൻ്റെ നഷ്ടമൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തിങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്. ആ ഗുണങ്ങളിൽ ഞാൻ സന്തോഷവതിയാണ്, ആ നഷ്ടങ്ങളിൽ ഞാൻ ദുഃഖിതയുമല്ല, അതിലൊരു ബോധവതിയാണ്. അത് റിയാലിറ്റി. അതാണ് പറഞ്ഞത് ഞാൻ നാച്ചുറൽ ലോ എന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാതും തികഞ്ഞ ഒരു ജീവിതം ഉണ്ടാകില്ല. ഒന്ന് കിട്ടുമ്പോൾ ഒന്ന് നഷ്ടപ്പെടുക സ്വാഭാവികമാണ്. ദാറ്റ്സ് ദിസ് യൂണിവേഴ്സൽ ലോ. ഓക്കെ ഗുഡ് നൈറ്റ്, സീ യു ടുമാറോ. താങ്ക് യു. നിറങ്ങൾ തന്നൃത്തം ഒഴിഞ്ഞൊരീ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ ജനിക്കുമോ, മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ.